കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സണായി CPM വിമത കൗൺസിലർ കലാരാജു 12 വോട്ടുകൾ LDF സ്ഥാനാർത്ഥി വിജയ ശിവനും 13 വോട്ടുകൾ UDF സ്ഥാനാർത്ഥിയായ കലാരാജുവിനും ലഭിച്ചു. നഗരസഭയിൽ ഇരുവിഭാഗവും ചേരിതിരിഞ്ഞിപ്പോൾ മുദ്രാവാക്യം വിളിക്കുകയാണ്. കലാരാജു സംസാരിക്കുകയാണ് എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നിതിൻ തോമസ് നമുക്കൊപ്പം വിവരങ്ങളുമായി അവിടെ നിന്ന് ചേരുന്നുണ്ട്. നിതിൻ, ഒരു വോട്ടിന് കല ജയിച്ചിരിക്കുകയാണ്. തീർച്ചയായിട്ടും കലാരാജു കൂത്താട്ടുകുളം നഗരസഭാ ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ടിരിക്കുകയാണ്. നമുക്കറിയാം, കഴിഞ്ഞ ജനുവരി മുതൽ തുടങ്ങിയതാണ് കൂത്താട്ടുകുളം നഗരസഭയിലെ നാടകീയ രംഗങ്ങൾ. അന്ന് ഇത്തരത്തിൽ വിമതയായി വോട്ട് ചെയ്യാൻ എത്തിയപ്പോൾ കലാരാജുവിനെ തട്ടിക്കൊണ്ടു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. CPM പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന്, CPM കൗൺസിലറുടെ ഭാഗത്തുനിന്ന്. അന്ന് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോകാൻ ഉപയോഗിച്ചത് നഗരസഭാ ചെയർപേഴ്സന്റെ കാറായിരുന്നു. അതേ കാറിൽ ഇനി മുതൽ കലാരാജു ഭരിക്കാനായി എത്തുമെന്നുള്ളതും ഒരു നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ ഇവിടെ ഇപ്പോൾ പ്രതിഷേധം നടന്നുകൊണ്ടിരിക്കുകയാണ്. LDF കൗൺസിലർമാരുടെ ഭാഗത്തു നിന്നും പ്രതിഷേധം ഉയർന്നുകൊണ്ടേയിരിക്കുകയാണ്. അതേസമയം കലാരാജു ഇവിടെ ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ ഒരുപക്ഷെ വ്യക്തമാകും, കലാരാജു ചെയർപേഴ്സണായി സ്ഥാനമേൽക്കുകയാണ്. 12 വോട്ടുകൾ LDF സ്ഥാനാർത്ഥി നേടിയപ്പോൾ 13 വോട്ടുകൾ കൂത്താട്ടുകുള നഗരസഭാ ഭരണം UDFന് ലഭിച്ചിരിക്കുകയാണ്. അതും ഒരു വോട്ടിന് CPM വിമത കലാരാജു ചെയർപേഴ്സൺ ആവുകയാണ്. കൂത്താട്ടുകുളത്തെ നാടകീയതയ്ക്ക് എന്തായാലും തിരശ്ശീല വീഴുകയാണ്. ഓർമ്മയുണ്ടാകും, ഓഗസ്റ്റിൽ നടന്ന സംഭവങ്ങളൊക്കെ. ഈ അവിശ്വാസ പ്രമേയവുമായി ബന്ധപ്പെട്ട് വോട്ട് രേഖപ്പെടുത്താൻ എത്തുന്ന കലാരാജുവിനെ ബലമായി വലിച്ചിഴച്ച് കാറിൽ കയറ്റി കൊണ്ടുപോയി വസ്ത്രം കീറി, അങ്ങനെ പലതരത്തിലുള്ള ആരോപണങ്ങൾ ഉയർന്നിരുന്നു. എന്നാലും ഇപ്പോൾ UDF സ്ഥാനാർത്ഥിയായി കലാരാജു മത്സരിക്കുന്ന ഒരു വോട്ടിനാണ് ഇപ്പോൾ കൗൺസിലറായ കലാരാജു കൂത്താട്ടുകുളത്തിന്റെ നഗരസഭാ ചെയർപേഴ്സൺ ആകുന്നത്. ഇപ്പോഴും വലിയ പ്രതിഷേധങ്ങളൊക്കെ അവിടെ നടക്കുന്നുണ്ട്. പക്ഷേ കൂത്താട്ടുകുളം ഇനി UDF ഭരിക്കും.